La Roja. Well, there's more than one King of Spain today. പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളെ, 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് സമാപനം കുറിച്ചുകൊണ്ട് മെഗാ ഫൈനലിൽ അമേരിക്കയിലെ ന്യൂയോർക്കിനടുത്തുള്ള മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ 82,500-ൽ പരം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തുള്ള ഫുട്ബോൾ പ്രേമികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നടന്ന മെഗാ ഫൈനലിൽ അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കപ്പ് കിട്ടിയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും അഭിപ്രായവും. കാരണം അർജന്റീനയും സ്പെയിനുമാണ് മെഗാ ഫൈനലിൽ ഏറ്റുമുട്ടിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കളിയിൽ ഉടനീളം സമർപ്പണം കൊണ്ടും കൂട്ടായ്മ കൊണ്ടും കളിയുടെ സൗന്ദര്യം കൊണ്ടും നമ്മുടെ മനസ്സിൽ സ്ഥാനം നേടിയ ഒരുപറ്റം യുവ പ്രതിഭകളുടെ ടീമായ സ്പെയിനാണ് കപ്പ് നേടിയത് എന്നുള്ളത് തന്നെയാണ് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കപ്പ് കിട്ടിയത് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. മാത്രമല്ല, അർജന്റീന ഫിഫ വേൾഡ് കപ്പിൽ ഒന്നാമത്തെ റാങ്കിങ്ങുകാരാണ്. 2022 ഖത്തർ വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരാണ്. കപ്പ് നേടിയത് അവരാണ്. കളി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും വലിയ കളിയുടെ മിശിഹയായ മെസ്സി പോലും സെമിയിലാണെങ്കിലും ഫൈനലിലാണെങ്കിലും നിറം മങ്ങിപ്പോയ ഒരു മിശിഹയെ, ഒരു മെസ്സിയെയാണ് നമ്മൾ കണ്ടത്. കളിയുടെ 90 മിനിറ്റിലും പന്തടക്കവും ആക്രമോത്സുകതയും അതോടൊപ്പം തന്നെ ടിക്കി ടാക്ക സ്റ്റൈലുള്ള പാസുമൊക്കെ നൽകിക്കൊണ്ട് സ്പെയിനിലെ യുവ പ്രതിഭകൾ, യുവ കളിക്കാർ മനോഹരമായ മുഹൂർത്തങ്ങൾ കാണികൾക്ക് അനുഭവങ്ങളായി നൽകിയപ്പോൾ അർജന്റീന ഫിസിക്കലായി കളിയെ നേരിടുന്നതിൽ ഫൗളുകൾ ചെയ്തുകൊണ്ട് വളരെ മനോഹരമായി കളിക്കുന്ന സ്പെയിനിനെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളും അനുഭവങ്ങളും തോന്നലുകളുമാണ് ഈ ഫുട്ബോൾ പ്രേമികൾക്കുണ്ടാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കളിയുടെ 90 മിനിറ്റിലും പന്തടക്കി വെച്ചത് അല്ലെങ്കിൽ കളിയിൽ കേമത്തം കാണിച്ചത് സ്പെയിനാണ്. ആ കളിയിൽ 90 മിനിറ്റിലും അർജന്റീന എന്ന് പറയുന്ന ലോകോത്തര ടീമായ മെസ്സിയുടെ ടീമിന് ഒരൊറ്റ ഷോട്ട് പോലും സ്പാനിഷ് ഗോൾ മുഖത്തേക്ക് തൊടുക്കാൻ സാധിച്ചില്ല എന്നും നമുക്ക് കളിയിൽ കാണാൻ സാധിക്കും. അർജന്റീനൻ ഗോൾ കീപ്പർ എമി മാർട്ടിനസിന്റെ അവിശ്വസനീയമായ പ്രകടനമാണ് കളിയുടെ ആയുസ് ദൈർഘ്യം വർദ്ധിപ്പിച്ചത്. അദ്ദേഹം 11 തകർപ്പൻ സേവുകളാണ് നടത്തിയിട്ടുള്ളത്. എമിൻ മാർട്ടിനസിന്റെ ആ സാന്ദർഭികമായിട്ടുള്ള അവിശ്വസനീയമായ പ്രകടനമാണ് അത്തരം ഒരു നാണക്കേടിൽ നിന്നും അർജന്റീനയെ രക്ഷിച്ചത്. ചരിത്രത്തിലെ 2ാമത്തെ ഫിഫ വേൾഡ് കപ്പാണ് സ്പെയിൻ നേടുന്നത്. വനിതകളുടെയും പുരുഷന്മാരുടെയും ഫിഫ വേൾഡ് കപ്പ് നേടുന്ന ആദ്യത്തെ രാജ്യമാണ്, ടീമാണ് സ്പെയിൻ. ലാമിൻ യമാൽ, ഡാനി ഓൾമോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നിരന്തരമായ അറ്റാക്ക് ഈ അർജന്റീനയുടെ ഗോൾ വലയത്തിലേക്ക് നിരന്തരമായി നടന്നെങ്കിലും ആ 90 മിനിറ്റിനുള്ളിൽ അർജന്റീനക്ക് ഒരു കൃത്യമായ ഒരു ഗംഭീരമായ ഒരു ഷോട്ട് പോലും സ്പാനിഷ് ഗോൾ വലയത്തിലേക്ക് നടത്താൻ സാധിച്ചില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. മധ്യനിര താരം എൻസോ ഫെർണാണ്ടസ് അദ്ദേഹത്തിന്റെ നിരന്തരമായ ഫൗളിങ്ങിൽ 2 പ്രാവശ്യം മഞ്ഞക്കാർഡുകൾ കണ്ടു. സ്വാഭാവികമായും 2ാമത്തെ മഞ്ഞക്കാർഡിൽ ചുവപ്പ് കാർഡായി അദ്ദേഹം കളിക്ക് പുറത്തിരുന്ന് കളിക്കാരുടെ എണ്ണം അധിക സമയമായപ്പോൾ 10ആയി കുറയുകയും അത് കളിയെ കാര്യമായി ബാധിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ലാമിൻ യമാൽ എന്ന് പറയുന്ന 19 വയസ്സ് മാത്രമുള്ള ആ ചെറുപ്പക്കാരൻ്റെ മിടുക്ക്, അതിൻ്റെ പ്രകടനം, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ,
ആ ടീമിൻ്റെ ഒത്തൊരുമ, അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സമർപ്പണം, അതൊക്കെ നമ്മൾ ഈ കളിയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു കളി എന്നതിനേക്കാൾ ഉപരി കൂട്ടായ്മയും സമർപ്പണവും ഒത്തൊരുമയും മാനസിക ഇണക്കവും ഉണ്ടാകുമ്പോൾ ഏത് കാര്യത്തിലും വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു മഹത്തായ സന്ദേശം കൂടിയാണ് സ്പെയിൻ ടീം നമുക്ക് ഈ ലോകകപ്പിലൂടെ കാണിച്ചു തന്നത്. പകരക്കാരനായി വന്ന് ചരിത്രം കുറിച്ച ഫെറാൻ ടോറസ് 106-ാം മിനിറ്റിൽ നടത്തിയ ഗോളാണ് ആ പ്രതിഭയുടെ കയ്യിലേക്ക് തന്നെ ഈ കപ്പ് എത്തുന്നതിന് കാരണമായത്. വളരെ സന്തോഷകരമായ കാൽപന്തുത്സവത്തിൻ്റെ മനോഹരമായ മണിക്കൂറുകൾ സമ്മാനിച്ച് കാളപ്പോരിൻ്റെ നാട്ടിലേക്ക് രണ്ടാമതും ഫിഫ വേൾഡ് കപ്പ് എത്തിച്ച യാമിൻ യമാലിനും കൂട്ടുകാർക്കും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.